ലോൺ ആപ്പിന്റെ മറവിൽ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിസ്ഥാനത്തുള്ള അധ്യാപകരെയും കോളേജിനെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ആരോപിച്ചു. നിതിൻ രാജിന്റെ മരണത്തെ സംബന്ധിച്ച് സ്വതന്ത്ര അന്വേഷണവും പ്രതികളുടെ അറസ്റ്റും ആവശ്യപ്പെട്ട് KPMS സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വർദ്ധിച്ച തോതിലുള്ള വിവേചനങ്ങളെയും പീഡനങ്ങളെയും അതിനെ തുടർന്നുള്ള ആത്മഹത്യകളെയും സാമാന്യവൽക്കരിച്ച് കാരണങ്ങൾ കണ്ടെത്തി നീതി നിഷേധിക്കുകയാണ്. ഇരകളുടെ വെളിപ്പെടുത്തലുകളും സഹപാഠികളുടെയും കുടുംബത്തിന്റെയും പരാതികളും മൊഴികളും പരിഗണിക്കപ്പെടുന്നില്ല. ജാതി അധിക്ഷേപം, ലോൺ ആപ്പ് ഭീഷണി, കോളേജ് അധികൃതരുടെ വിചാരണ എന്നിവയെല്ലാം കടുത്ത സമ്മർദ്ദമാണ് വിദ്യാർത്ഥിക്കുണ്ടാക്കിയത്. ലോൺ ആപ്പ് തട്ടിപ്പുകാർക്കെതിരെ കേസെടുത്ത് അധ്യാപകരായ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ മുൻകൂർ ജാമ്യത്തിന് അവസരമൊരുക്കുകയാണ് പോലീസ്. ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. മൊബൈൽ ഫോൺ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു, പോകാനിടയുള്ള സ്ഥലങ്ങളെല്ലാം പരിശോധിക്കുന്നു, സഹായിക്കാനിടയുള്ളവരെ കസ്റ്റഡിയിലിരിക്കുന്നു, എടുക്കുന്നു, വീട്ടുകാരെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു, സമ്മർദ്ദമുണ്ടാക്കുന്നു, പ്രതികൾ സറണ്ടർ ചെയ്യുന്നു എന്നെല്ലാം കേരളം കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, ഇപ്പോ ഒരു ലോൺ ആപ്പിന്റെ പേരിൽ അന്വേഷണം ഊർജിതമാക്കി ലോൺ ആപ്പിനെതിരെ FIR ഇട്ട ദിവസം തന്നെ തലശ്ശേരി കോടതിയിൽ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തു എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ തലശ്ശേരി കോടതി മുൻകൂർ അപേക്ഷ പരിഗണിക്കുമ്പോ പ്രോസിക്യൂഷനോട് പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കാൻ പറയും. കേസ് ഡയറി ഹാജരാക്കുമ്പോ പോലീസ് എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള FIR-ഉം അനുബന്ധ രേഖകളും അന്വേഷണ പുരോഗതിയുമെല്ലാം കേസ് ഡയറി ഹാജരാക്കും. ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് അറസ്റ്റ് ചെയ്യപ്പെടാതെ, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ, തെളിവെടുപ്പില്ലാതെ, ഒന്നുമില്ലാതെ ഈ അധ്യാപകരെന്ന് പറയുന്ന കൊടും കുറ്റവാളികൾ സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കാണേണ്ടി വരും. നിതിൻ രാജ് എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മാതൃകാ നടപടികൾ കേസിന്മേൽ ഉണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. സനീഷ് കുമാർ, അഖിൽ K. ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് സമീപത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് നേതാക്കളായ PA അജയഘോഷ്, ഡോക്ടർ R. വിജയകുമാർ, PV ബാബു, രമ പ്രതാപൻ, MT മോഹനൻ, സുജ KR, N. ബിജു വർണ്ണശാല തുടങ്ങിയവർ നേതൃത്വം നൽകി. i4 ന്യൂസ്, ഏറ്റുമാനൂർ.